കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞെങ്കിലും പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ അദ്ദേഹം അമ്മയിലേക്ക് തിരികെ എത്തുമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഒരിക്കൽ തിയേറ്റർ അസോസിയേഷൻ, അമ്മ, പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെ എല്ലാത്തിൻ്റെയും തലപ്പത്ത് നിന്ന വ്യക്തി തന്നെയാണ് ദിലീപ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അദ്ദേഹം തിരികെ എത്തുമോ എന്നതാണ് ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനുത്തരം നടി ശ്വേതാ മേനോൻ നൽകുകയാണ്. ശ്വേതാ മേനോൻ നൽകുന്ന വാക്കുകൾ എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയാണല്ലോ എന്നാണ് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് പറയുന്നത്. ആദ്യം ദിലീപ് അപേക്ഷ തരട്ടെ. മൂപ്പര് ഈ അസോസിയേഷൻ്റെ മെമ്പറാണോ? ആദ്യം മെമ്പറാകണം, എന്നാലല്ലേ തലപ്പത്തെത്താൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. ഇതാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും പറയുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരമുള്ള കാര്യം തന്നെയാണ് ഇത് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം തന്നെ ഇത് മനസ്സിലാകുന്നു. ശ്വേതാ മേനോൻ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ദിലീപിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഓരോ വാർത്തയും. ദിലീപ് ആദ്യം മെമ്പറാകട്ടെ, എങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് തലപ്പത്തെത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കിയുള്ളത്. ശ്വേതാ മേനോൻ പറഞ്ഞത് അത് ശരി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാക്കുകൾ ഓരോ കൃത്യമായുള്ള രീതിയായി തന്നെ ഇതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ദിലീപ് ഇപ്പോൾ നിരപരാധിയാണ് എന്ന് അറിഞ്ഞ നാളു മുതൽ തന്നെ അദ്ദേഹം ഇനി തിരിച്ച് ഈ അസോസിയേഷനുകളുടെ തലപ്പത്തെത്തുമോ എന്നതായിരുന്നു ചോദ്യം. അദ്ദേഹം ഇതിൽ നിന്നൊക്കെ രാജിവെച്ച് പോയത് സ്ഥിതിക്ക് തന്നെ അദ്ദേഹം തിരികെ എത്തണം, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തലപ്പത്ത് എത്താൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇത്രയും പ്രമാദമായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ ഒന്നും ദിലീപിന് കയറാൻ സാധിക്കില്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും അതൊക്കെ അസോസിയേഷൻ്റെ ഒരു തീരുമാനമാണ്. അസോസിയേഷൻ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അതിനപ്പുറം മാത്രമേ ഒന്നുമുള്ളൂ. ശ്വേതാ മേനോൻ പറഞ്ഞത് വളരെയധികം ശരിയാണ്. അവർക്കത് പറയാനുള്ള അർഹതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞത് ശരിയാണ് എന്ന് പലരും സമ്മതിക്കുന്നത്. ഇതോടെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നൊരു വിഷയമായും ഇത് മാറുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദിലീപ് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടോ എന്നും ഈ അസോസിയേഷനിൽ ഇപ്പോൾ മെമ്പറാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.